നേതാക്കന്മാരാരുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് ഒന്നാം വട്ടം പി.ടി. തോമസ് ആണെങ്കിൽ രണ്ടാം വട്ടവും മൂന്നാം വട്ടവും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് ശ്രീ പി.ടി. തോമസ് ആണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. നിർഭാഗ്യവശാൽ അന്നത്തെ ഒരു വലിയ കൊടുങ്കാറ്റിനിടയിൽ ഞാനും ആ മണ്ഡലത്തിൽ കടപുഴകി വീണു. അന്ന് ഞാൻ പരാജയപ്പെട്ട് തൊട്ടടുത്ത ദിവസം കൃത്യം 6:30 രാവിലെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു മിസ് കോൾ. അത് ശ്രീ പി.ടി. തോമസിൻ്റെതായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ ആശ്വസിപ്പിക്കൽ അത് ജീവിതത്തിലുടനീളം ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള ഔഷധമായി ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഇതൊരു ബാലകൃഷ്ണൻ പെരിയുടെ അനുഭവം മാത്രമല്ല, അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ള എത്രയോ ഡയറികൾ, ആ ഡയറിയിലാകെ കുത്തിക്കുറിച്ച് ഇട്ടിരിക്കുന്ന ആയിരക്കണക്കിന് നാമങ്ങൾ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങൾ, അദ്ദേഹം സഞ്ചരിച്ച പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകളോട് ജീവിതാന്ത്യം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ഒരു സ്നേഹപ്രപഞ്ചം. അത് രാഷ്ട്രീയ ജീവിതത്തിൽ അപൂർവമായി മാത്രം ഒരു വ്യക്തിക്ക് സാധിക്കുന്ന ഏറ്റവും സമ്മോഹനമായിട്ടുള്ള ഒരു അഭിമാന നിമിഷമാണ്. അപ്പൊ സ്വാഭാവികമായും ശ്രീമതി ഉമാ തോമസ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ഈ അന്തരീക്ഷത്തിലും ഈ ഗഗനവീഥികളിലും ആകെ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ പി.ടി. തോമസിന്റെ ഒരിക്കലും ഒടുങ്ങാത്ത അവിസ്മരണീയമായ ഓർമ്മകളാണ്. ആ ഓർമ്മകൾ തന്നെയാണ് ഈ സന്ധ്യാനേരത്തും അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ ഒരു സന്ദർഭത്തിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആ പി.ടിയുടെ രാഷ്ട്രീയ പാഠം, ആ പി.ടിയുടെ രാഷ്ട്രീയ പാഠവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള ഔന്നിത്യം, സഹജീവികളോടുള്ള കരുണ, ആർദ്രത, സഹാനുഭൂതി, അദ്ദേഹത്തിന്റെ ഏറ്റവും ഗഗനമായിട്ടുള്ള ചിന്താ പദ്ധതികൾ, അതെല്ലാം അവരുടെ കൂടപ്പറപ്പായി ജീവിച്ച ഉമേച്ചിയിലേക്കും ആവാഹിച്ചിട്ടുണ്ടാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളാണ്. കേരള മീഡിയ അക്കാദമിയിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയത്ത് കഠിനമായ പനിയെ തുടർന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്ര പോവുകയായിരുന്നു. അന്നാണ് ഞാൻ പി.ടി. തോമസിനെ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെടുന്നത്. അന്ന് എനിക്ക് കൃത്യമായിട്ടൊരു റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കമ്പാർട്ട്മെന്റിൽ ഓടിക്കയറി. ഒരു പ്രിയപ്പെട്ട നേതാവിനെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ശരിയാക്കി തരണം എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അടുത്ത കമ്പാർട്ട്മെന്റിൽ മറ്റൊരു നേതാവുണ്ട് എന്ന്. ഞാൻ ആ നേതാവിന്റെ അടുത്തേക്കും പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 3-ാമത്തെ കമ്പാർട്ട്മെന്റിൽ പി.ടി. തോമസ് ഉണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ എന്ന്. പി.ടി. തോമസിന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ നേരെ അദ്ദേഹത്തോട് പോയി. അദ്ദേഹം പറഞ്ഞു, അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഓടിക്കയറുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ജീവിതത്തിൽ ഒരാളോട് എങ്ങനെയാണോ കെഞ്ചിക്കേണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ അദ്ദേഹം ആ ടി.ടിയോട് അപേക്ഷിച്ചു. ടി.ടി പറഞ്ഞു, സർ, ഒരു രക്ഷയുമില്ല, ഒരു സീറ്റ് പോലും ബാലൻസ് ഇല്ല. അപ്പൊ പി.ടി പറഞ്ഞു, എന്റെ സീറ്റിൽ അദ്ദേഹം ഇരുന്നോട്ടെ എന്ന്. അവസാനം കോഴിക്കോട്ട് എത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ കിടക്കുകയും പി.ടി ഇരിക്കുകയും ചെയ്യുന്നതാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എത്ര കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായാലും ആ കമ്പാർട്ട്മെന്റിൽ മാനവികതയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായാൽ, ആ മനുഷ്യൻ ഒരു നേതാവാണെങ്കിൽ, ആ നേതാവിന്റെ പേരാണ് പി.ടി. തോമസ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും. ആ പി.ടി. തോമസിന്റെ ലെഗസി നിലനിൽക്കുന്ന ഈ തൃക്കാക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എന്നെ ആയിരക്കണക്കിന് മാരാറുമാര് മത്സരിച്ചാലും ശ്രീമതി ഉമാ തോമസിന്റെ ഭൂരിപക്ഷം വാനോളം ഉയരും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രപഞ്ചത്തിലേക്ക് പാഞ്ഞു വന്ന് ആ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ അപൂർവമായ നിമിഷങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ദീർഘമായ കുടുംബ വിശേഷങ്ങളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളുകളുടെയും മനോമുഖരത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം PTയെ പരിചയപ്പെട്ടവർ, PTയുടെ കുടുംബത്തെ പരിചയപ്പെട്ടവർ, PTയുടെ രാഷ്ട്രീയ വഴികളിലൂടെ സഞ്ചരിച്ച എല്ലാ ആളുകൾക്കും അത്രയും മനോഹരമായിട്ടുള്ള, എല്ലാ കാലത്തും ഓർമ്മയുടെ മണിച്ചപ്പിൽ മണിമുത്തായി സൂക്ഷിക്കാൻ കഴിയുന്ന എത്രയോ ഓർമ്മകൾ സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് വീട്ടുകാരോട് വന്ന് മറ്റൊരു വീട്ടിൽ നിന്നുള്ള ആൾ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അധികം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രിയങ്കരനായ ശ്രീ KC ജോസഫ് അവർകളും അതുപോലെ തന്നെ പ്രിയങ്കരനായ ശ്രീ VM സുധീരൻ അവർകളും നിങ്ങളോട് ആമുഖമായി സൂചിപ്പിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ രണഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനോടൊപ്പം കേരളത്തിനോട് വഞ്ചനാപരമായ സമീപനം കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ വർഗപരമായും വർഗീയപരമായും ഒരു ഭരണകൂടം വിഭജിച്ച് മുന്നോട്ട് പോയി ഇന്ത്യയുടെ വിസ്മയകരമായ ഭൂതകാലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇന്നലകളിൽ നമ്മൾ ആ പോരാട്ടം നടത്തിയത് BJPയോടും NDAയോടും വേറിട്ടും CPMനോട് വേറിട്ടുമായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ആ 2 മുന്നണികളും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്.